ചെകുത്താൻ എന്നറിയപ്പെടുന്ന യൂട്യൂബർ അജു അലക്സിനോട് മാപ്പ് പറഞ്ഞ് ഡോക്ടർ എലിസബത്ത് ദേ. നടൻ ബാല അജു അലക്സിന്റെ വീട്ടിൽ തോക്കുമായി ചെന്ന വധഭീഷണി മുഴക്കിയ സാഹചര്യത്തിൽ ബാലയ്ക്കൊപ്പം എലിസബത്തും ഉണ്ടായിരുന്നുവെന്നും അന്ന് ഭയന്ന് വിറച്ചാണ് ബാലയ്ക്കൊപ്പം കാറിൽ ഇരുന്നതെന്നും വെളിപ്പെടുത്തുകയാണ് നടൻ ബാലയുടെ മുൻ ഭാര്യ ഡോക്ടർ എലിസബത്ത്. പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുവന്നതെന്നും തോക്കെടുത്തപ്പോൾ താൻ ഏറെ ഭയപ്പെട്ടു എന്നുമാണ് എലിസബത്ത് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുൻ പങ്കാളി ബാലയിൽ നിന്ന് തനിക്ക് നേരിട്ട ദുരനുഭവങ്ങളൊക്കെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ എലിസബത്ത് തുറന്നു പറയുകയാണ്. ഇപ്പോഴത്തെ ചെകുത്താൻ എന്നറിയപ്പെടുന്ന യൂട്യൂബർ അജു അലക്സിനെ ഭീഷണിപ്പെടുത്താൻ പോയ സംഭവത്തിന്റെ നേരിട്ട അനുഭവമൊക്കെ തന്നെ എലിസബത്ത് ഇപ്പോൾ തുറന്നു പറയുന്നു. സത്യങ്ങൾ വെളിപ്പെടുത്തുന്നതിനാൽ തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും ഭയന്നാണ് ജീവിക്കുന്നതെന്നുമാണ് ഇക്കഴിഞ്ഞ ദിവസം എലിസബത്ത് പറഞ്ഞിരുന്നത്. ഇതിന് പിന്നാലെയാണ് അജു അലക്സും സുഹൃത്തുക്കളും എലിസബത്തിനെ നേരിട്ട് വന്ന് കണ്ടത്. സുഹൃത്തുക്കൾക്കൊപ്പം എലിസബത്തിനെ സന്ദർശിക്കുന്ന അജു അലക്സിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. താൻ കൂടി ഭാഗമായ സംഭവങ്ങളിൽ മാപ്പ് ചോദിച്ചുവെന്നും യൂട്യൂബിൽ പങ്കിട്ട വീഡിയോയിൽ എലിസബത്ത് പറയുകയാണ്. എലിസബത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നേരത്തെ മുതൽക്ക് എനിക്ക് അജുവിനോടൊരു സോറി പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പേടിയായിരുന്നു. ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു. അറിഞ്ഞുകൊണ്ടല്ല അന്ന് ഞാൻ അയാൾക്കൊപ്പം അവിടെ വന്നത്. പക്ഷേ ഞാനും അതിൽ ഉൾപ്പെട്ട ഒരാളാണല്ലോ, അതുകൊണ്ട് സോറി പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്നെ നിങ്ങൾ ദുഷ്ട കഥാപാത്രമായാണോ കണ്ടിരുന്നതെന്ന് അറിയില്ലല്ലോ. ആദ്യത്തെ റിയാക്ഷൻ എന്താകുമെന്ന് അറിയാത്തത് കൊണ്ടാണ് മിണ്ടാതിരുന്നത്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരു സോറി പറയണമെന്നുണ്ടായിരുന്നു. എനിക്കൊരു ഗിൽറ്റ് ഫീൽ ഉള്ളത് കൊണ്ടാണ് സോറി പറയുന്നത്. പുതിയ ഡ്രസ്സും വളയും എല്ലാം ഇട്ട് ഒരുങ്ങിയായിരുന്നു അന്ന് ഞാൻ അവിടെ വന്നത്. ഐസ്ക്രീം മേടിച്ച് തരാമെന്ന് പറഞ്ഞാണ് കൂട്ടിക്കൊണ്ടുപോയത്. ഐസ്ക്രീമിൻ്റെ വീഡിയോ യൂട്യൂബിലേക്ക് ഇടാമെന്നും കരുതി. പക്ഷേ അതായിരുന്നില്ല അവിടെ നടന്നത്. ഞാൻ കാറിൽ പേടിച്ച് വിറച്ചാണ് ഇരുന്നത്. അജുവിനോട് ഇപ്പോൾ മാപ്പ് പറഞ്ഞപ്പോൾ കുറ്റബോധം മാറി. എലിസബത്തിനെ ഒന്ന് കാണാനും സംസാരിക്കാനും വേണ്ടിയാണ് വന്നതെന്ന് അജുവും പ്രതികരിച്ചിരുന്നു. എലിസബത്ത് സോറി പറയേണ്ട ആവശ്യം ശരിക്കില്ല. എലിസബത്തിന് അന്നത്തെ സംഭവത്തിൽ പങ്കില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അന്ന് അവർക്കൊപ്പം വന്നുവെന്നല്ലേ ഉള്ളൂ. എനിക്ക് എലിസബത്തിനോട് വിരോധത്തിൻ്റെ ആവശ്യമില്ല. വീഡിയോകൾ കണ്ടപ്പോൾ വന്ന് കാണണമെന്ന് തോന്നി. തന്നെയും ആറാട്ടണ്ണനെയും ബലം പ്രയോഗിച്ചും പറ്റിച്ചുമാണ് അയാൾ കൊണ്ടുവന്നതെന്ന് ഞങ്ങൾക്കറിയാം. എലിസബത്ത് സൂപ്പറാണ്. നമ്മൾ വിചാരിച്ചതുപോലെയുള്ള ആളല്ല എന്നായിരുന്നു യൂട്യൂബർ ചെകുത്താൻ്റെ വാക്കുകൾ. ബാലയുടെ വിഷയത്തിൽ കേസ് കൊടുക്കുകയോ കോടതിയെ സമീപിക്കുകയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി പറയുകയോ ചെയ്യുകയല്ലാതെ ആരോടും ഈ വിഷയത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും എലിസബത്തിനെ ഉപദേശിച്ചാണ് അജു അലക്സ് മടങ്ങിയത്. അതേസമയം 250 കോടിയുടെ പണം തട്ടിയെടുക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നാണ് ബാല പറയുന്നത്. ഈ പണം തട്ടിയെടുക്കാൻ 5 വ്യക്തികളുടെ മാസ്റ്റർ ബ്രെയിനാണ് ഇതിന് പിന്നിലെന്നും എനിക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ കല്യാണം രജിസ്റ്റർ ചെയ്ത് കൂടെ താമസിക്കില്ലായിരുന്നു. പിരിഞ്ഞപ്പോൾ തന്നെ നിയമം പഠിച്ച് നടപടികൾ സ്വീകരിക്കാമായിരുന്നു. 2 കൊല്ലം മുൻപ് 100 കോടിയുടെ സ്വത്ത് എന്നാണ് ഈ വ്യക്തി പറഞ്ഞത്. അണ്ണാത്ത് ഇറങ്ങിയപ്പോൾ അത് 250 കോടി. ഇതെങ്ങനെയാണെന്ന് അറിയില്ല എന്നും എലിസബത്ത് വ്യക്തമാക്കുന്നു. 2021 ബാലയുടെയും എലിസബത്തിൻ്റെയും വിവാഹം. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. മാത്രമല്ല തൻ്റെ വിവാഹം കഴിഞ്ഞ വിവരം ബാല തന്നെ തുറന്നു പറഞ്ഞിരുന്നു. സിനിമാ പ്രവർത്തകരിൽ ചിലർ പങ്കെടുക്കുകയും ചെയ്തു. 2024 ബാലയും എലിസബത്തും വേർപിരിയുന്നത്. അതിന് പിന്നാലെ 2024 അദ്ദേഹം 3ാമത് വിവാഹിതനായി. ഔദ്യോഗികമായി താൻ 2 വിവാഹങ്ങൾ മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്നാണ് ബാല പറഞ്ഞത്. ജാതകദോഷമുണ്ടെന്നും 41 വയസ്സ് കഴിയുന്നതുവരെ കാത്തിരിക്കണമെന്നും അത് കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാമെന്നുമായിരുന്നു ബാല പറഞ്ഞതെന്നും എലിസബത്ത് പറയുന്നു. പിന്നീട് രജിസ്റ്റർ ചെയ്തില്ല. ഇത്രയും ആളുകളെ വിളിച്ച് കല്യാണം നടത്തിയിട്ടും താൻ ഭാര്യയായിരുന്നു എന്ന സത്യം അംഗീകരിക്കാതിരിക്കുന്നത് വിചിത്രമെന്നും എലിസബത്ത് പറയുകയാണ്. തൻ്റെ ജീവൻ പോലും അപകടത്തിലാണെന്ന്, തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സമൂഹ മാധ്യമങ്ങളിൽ താങ്കൾ പങ്കുവെക്കുന്ന വീഡിയോകൾ തനിക്ക് പറയാനുള്ള അവസാന മൊഴികളായി സ്വീകരിക്കണമെന്നും പറഞ്ഞാണ് എലിസബത്ത് യൂട്യൂബിലൂടെ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.